ആരോടും ദേഷ്യമില്ല, ആരെയും തകർക്കണം ദേഷ്യമില്ല, ഒരു സ്ഥാപനത്തെ നാശമാക്കണം ഉദ്ദേശമില്ല. ഒരു സത്യം ഞാൻ പറഞ്ഞപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ വിദ്യാർത്ഥികളുടെ പേരിൽ എന്തൊക്കെ എൻ്റെ പേരിൽ പഴി കേൾക്കപ്പെട്ടു. അപ്പം ഞാനിന്നെ ഉമ്മുൽ മദാരിസായ ഞാനിന്നെ സ്ഥാപനത്തിൻ്റെ റഹ്മത്തുള്ള കാസിമി പറഞ്ഞു, സുന്നി സ്ഥാപനങ്ങളെ വഹാബിയാക്കി എല്ലാവരും എനിക്കെതിരെ 1.5 കൊല്ലായി എഴുതണേ. 1.5 കൊല്ലായി എഴുതുക. ഞാൻ ചാമപ്പറമ്പിലെ പ്രസംഗത്തിലാണ് ഈ വിഷയത്തിന് മർമ്മം ആദ്യമായി പറയുന്നത്. പിന്നെ അതേ തുടർന്ന് വിഷയങ്ങൾ പറഞ്ഞു. ഈ അടുത്ത കാലത്തെ വസ്തുത കാര്യം വ്യക്തമായി പറഞ്ഞു. അതോ ഈ ഒരു 1.5 കൊല്ലം എന്നെ പറഞ്ഞ ചീത്തക്ക് കൈ ഉണക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ പറഞ്ഞത് സത്യമാണെന്ന് കണ്ടെത്തി. ആ സ്ഥാപനത്തിനെതിരെ കമ്മിറ്റിക്ക് ആ സ്ഥാപനം ശുദ്ധീകരിക്കണമെന്ന് നോട്ടീസ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ തീരുമാനിച്ചു. അതുവരെ നിങ്ങൾ ഞാൻ ചീത്തറിഞ്ഞു. നിങ്ങളിതൊക്കെ അള്ളാഹിന്റെ കോടതി എന്ത് ചെയ്യും? ഞങ്ങൾക്ക് കൊടുത്തു തന്നിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ സമസ്തനെ അംഗീകരിക്കണില്ലേ? ആരും പറയാം, ഇതൊക്കെ ഒരാൾ പറയണല്ലോ. ഒരാൾക്കൊരു ഗവേഷണം നടത്തിയ റിപ്പോർട്ട് ഒരു മേശപ്പുറത്ത് വെക്കുന്നത് വരെ അയാൾ ഒറ്റക്കല്ലേ? അല്ലേ? നിങ്ങൾ പറയും. അപ്പൊ അയാളെ കുറ്റം പറയാം. റിപ്പോർട്ട് സമർപ്പിക്കാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ നടക്കുന്നുണ്ട്, അത് ഗൗരവമാണ്, നമ്മൾ ദീന് തകർന്നു മലബാറിലെ, അത് ദയവായി കണക്കിലെടുക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയെ പ്രശംസിച്ചാലും മതിയാവൂല. അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ പരിശോധിച്ചു. അത് സത്യമാണ്. ആലിമീങ്ങൾ കണ്ടെത്തിയാൽ അൽഹംദുലില്ലാഹ്. എനിക്ക് പ്രശംസന ആവശ്യമില്ല, എനിക്കേ പ്രശംസയുള്ളൂ. സമസ്ത അത് ഏറ്റെടുക്കുന്നവരെയും എനിക്കേ പ്രശംസയുള്ളൂ. ഇപ്പോൾ സമസ്തക്കാണ്, ഞാൻ സമസ്തക്ക് വേണ്ടി ചെയ്തതുമാണ്. എനിക്കിനി പ്രശംസന ആവശ്യമില്ല. എനിക്ക് ഇന്ത്യ പ്രസ്ഥാന സമസ്തയാണ്. സമസ്ത ഏറ്റെടുക്കൽ എനിക്ക് ഉദ്ദേശമുള്ളൂ. സമസ്ത ഏറ്റെടുത്തു, മതി, അൽഹംദുലില്ലാഹ്. അത് സമസ്തക്കുള്ള പണി അങ്ങനെ. നമ്മളെപ്പോലത്തെ സാധുക്കളായ ആളുകൾ പഠിച്ച് ഗവേഷണം നടത്തി റിപ്പോർട്ട് ആരുടെ മുന്നിൽ വെക്കും? ബഹുമാനപ്പെട്ട സമസ്തയുടെ മുന്നിൽ വെക്കും. അങ്ങനെ അവർ പഠിച്ചു. പല ആളുകളും എൻ്റെ അടുത്ത് വന്നു, ഇതിന്റെ ഗൗരവങ്ങൾ എന്നോട് ചോദിച്ചു. അവർക്ക് റിപ്പോർട്ടുകൾ ഞാൻ കൊടുത്തു. അവർ പഠിച്ചു, അവർ സമസ്തയുടെ ആലിമീങ്ങളെ മുന്നിൽ വെച്ചു. ഈ വസ്തുതകൾ സത്യമാണ്. സമസ്തയുടെ ജമിയത്തുലമ വിലയിരുത്തി. എന്തൊക്കെ ചീത്ത പറഞ്ഞു പീരാണ്ട് ആലിമീങ്ങളെ വഹാബിയാക്കുന്നു, കണ്ടോരെയൊക്കെ വഹാബിയാക്കുന്നു. ഓനും എൻ്റെ ഓളും മാത്രമേ സുന്നിയുള്ളൂ, ബാക്കിയൊക്കെ വഹാബി. ആയിക്കോട്ടെ, ഇനി ഞാൻ വല്ലതും പറഞ്ഞു. എൻ്റെ പെണ്ണുങ്ങളെ കുടുംബക്കാരനോട് വന്ന് പറഞ്ഞു, അതിന് നമുക്ക് മറുപടി ചോദിക്കണം. ഞാൻ പറയാം, നിങ്ങളുണ്ടണ്ട മറുപടി നമ്മൾ കൊടുത്താൽ കൊടുക്കും, റബ്ബ് കൊടുത്താലേ കണക്കാവുള്ളൂ. ആ പെണ്ണുങ്ങൾ അങ്ങനെ പറയുമ്പോൾ അതിനൊരു ആളുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കല്യാണം കഴിച്ചവരെ ആക്ഷേപിക്കപ്പെട്ടു. ഞാൻ പെണ്ണുങ്ങളെ കൂടി ചാടിയതല്ല. പള്ളിയിൽ കുടുംബം കൂട്ടം വന്നിട്ട് എന്ത് ചെയ്തതാണ്? പള്ളിയിലെ ലെഡ്ജറിൽ ചേർത്ത് കല്യാണം കഴിഞ്ഞ് അങ്ങനെ കല്യാണത്തിൽ കൂടിയ ഡസൻ കണക്കിന് ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഇതിൽ പ്രശ്നം ഉണ്ടാവും. ഓലിൻ്റെ അടുത്ത് വന്നു, നമ്മൾ ചോദിക്കാൻ പോകുകയാണ്, നിങ്ങൾ വേണ്ടാറോ? പെണ്ണൊരാൾ ഒറ്റയ്ക്ക് കിട്ടൂലല്ലോ. കിട്ടും. പെണ്ണൊരാൾ ഒറ്റയ്ക്ക് കിട്ടുമോ? കെട്ടിക്കണ്ടേ? അപ്പൊ കെട്ടിച്ചോൽക്കല്ലേ പ്രധാന ഉത്തരവാദിത്വം? അതും പറഞ്ഞു. ഞാൻ മറുപടി അറിയില്ല. ഞാൻ മറുപടി കുറയും. റബ്ബാണ് മറുപടി ഉണ്ട്. പെണ്ണിനെ കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ചാടി എന്ന് പറഞ്ഞാൽ ഓക്കെ. എന്റെ പെണ്ണുങ്ങൾക്ക് ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു നേരത്തെ റേഷൻ പരിഹാരത്തേക്ക് ചോദിച്ചിട്ടില്ല. എന്റെ റബ്ബിന്റെ പേര് റഹ്മത്തുള്ള എന്നാണ്. റഹ്മത്തു ഹംസാജീനല്ല. റഹ്മത്തു ഹംസാജീനാണെങ്കിൽ ഹംസാജി വെച്ചുപോയി. റഹ്മത്തു ഹംസാജി അല്ല, റഹ്മത്തുള്ള ഒരിക്കലും മരിക്കാത്ത ആളാണ് എനിക്ക് റഹ്മത്ത് തരിക. എനിക്കിതിൽ എന്റെ പ്രസ്ഥാന സമസ്തയാണ്. സമസ്ത ഏറ്റെടുത്തു, എന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു. ബാക്കിങ് സമസ്തയും അതിനെ തീരുമാനം എടുക്കാൻ അവർ യോഗ്യരും. സമസ്ത യോഗ്യമായ പ്രസ്ഥാനമാണ് ഇപ്പോഴും. അത് യോഗ്യം തന്നെ. അത്രയും എനിക്ക് മാനസികമായി വളരെ വലിയ വിഷമമുണ്ടായിരുന്നു. എന്നോട് സമസ്തയെ പച്ച വെളിച്ചം പോലെ ഞാനത് പറഞ്ഞിട്ടും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ അതിൽ വേണ്ടത്ര ഒരു ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊരു വേദന ഉണ്ടായിരുന്നു. അങ്ങനത്തെ ചില വാക്കുകൾ ഞാൻ ഇടക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്, വിഷമം കൊണ്ട്. പക്ഷെ അവർക്ക് നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. ഒരു കൗണ്ടറിന്റെ ബാക്കിൽ ക്യൂവിൽ 10ാമത്തെ ആളായി നിൽക്കുന്ന നമുക്ക് അതേ നമ്മളെ കൗണ്ടറിന് കിട്ടേണ്ട നമുക്ക് കിട്ടാതെ ആവുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവുമല്ലോ. ഞാൻ മരിക്കണതിന് മേഖല അവസ്ഥ ഏറ്റെടുക്കണം എനിക്കുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഏറ്റെടുത്തു, മതി. എനിക്ക് ഞാൻ ചെയ്തൊക്കെ അവസ്ഥക്കൊണ്ടിയാണ്. ഞാൻ വഹാബികളെ എതിർത്തത് അവസ്ഥക്കൊണ്ടിയാണ്. അവസ്ഥയാരാ? അവസ്ഥ അഹ്ലുസുന്നയുടെ സ്ഥാപനമാണ്. അതിലൊക്കെ കടത്തിക്കൂട്ടെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതിന് റഹ്മത്തുള്ള അവസ്ഥ പ്രസിഡന്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും നടക്കൂല. ഞങ്ങളൊക്കെ അവസ്ഥക്കാരാ. ഇൻഷാ അല്ലാഹ് തുടങ്ങിയിട്ടുള്ളൂ. ഇനിയുണ്ട് പണി തുടങ്ങിയ നിങ്ങൾ വിചാരിച്ചോ ഓന്റെ പണി നിന്നും ഇല്ല.
വേറെ പണിയെടുക്കുന്നവരുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞാൽ കുറച്ചുണ്ടാവും. ഇരുട്ടിന്റെ മറവിൽ പണിയെടുക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഞാൻ ഇവിടുന്ന് മറുപടി എടുത്താൽ കുടുങ്ങും. ഞാൻ അവിടുന്ന് മറുപടി ഇട്ടു. നല്ല ജീവൻ പോകുന്നു വിചാരിക്കണ്ട. ഒക്കെ ഉണ്ട്. ഇരുട്ടിന്റെ മറവിൽ പണിയെടുക്കുന്നവരുണ്ട്. തിരുനോർക്ക് തിരിയും. എന്താണ് ഈ പറഞ്ഞത്? മെജറാണ്ട റഹ്മത്തുള്ള അള്ളാഹ് നിശ്ചയിച്ച് അത്ര കാലത്ത് ജീവിക്കും. മെജറാണ്ട മരിക്കണിന് മുമ്പൊക്കെ തമ്മിൽ അപ്പുറത്തുപ്പുറത്ത് ഇരുന്ന് പറഞ്ഞു തീർത്താൻ നന്നാവും. ആർക്ക് മാപ്പ് തരാനും ഞാൻ തയ്യാറുമാണ്. അത് ഞങ്ങളോട് പറയാണ്, ആർക്ക് മാപ്പ് തരാൻ ഞാൻ തയ്യാറ്. പക്ഷെ ഒരു വാക്കൊന്ന് പറയണം. ഉസ്താദേ, ഞങ്ങളെ പറ്റി ഞങ്ങൾ ഇല്ലാത്ത പലതും പറഞ്ഞിട്ടുണ്ട്. ഒറ്റ വാക്ക്. ഞാൻ എ പി അബൂബക്കർ മുസ്ലിയാർക്കെതിരായി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു. പരസ്യമായി മാപ്പ് പറഞ്ഞു, രഹസ്യമായി മാപ്പ് പറഞ്ഞു, പിന്നെ പരസ്യമായി പറഞ്ഞു. ഈ മാസം പോലും, ഈ ഡിസംബർ മാസത്തിൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഇന്ന് സുഖമില്ലായിരിക്കണം. അപ്പം അബ്ദുൽ ഹക്കീം അസ്ഹരിയെ വിളിച്ച് ഉപ്പാനോട് എനിക്ക് വലിയ സന്തോഷമാണ്, ഇഷ്ടമാണ്, ഉപ്പാനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാസം ഞാൻ ആ മനുഷ്യനെ കൂടി എനിക്കൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ശരിയൊക്കെ തെറ്റൊക്കെ റബ്ബ് തീരുമാനിക്കണം. വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചു. വേറെ ആളെ പറ്റിയും ഞാൻ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുമില്ല. പിന്നെ സാമൂഹിക കാര്യങ്ങളാണ്. അതിൽ മാപ്പ് പറയേണ്ട ആവശ്യമില്ല. തെറ്റ് തന്നെ. അതാര് ചോദിച്ചാലും ഞാൻ പറയും. അതിനും ആവശ്യമില്ല. നിങ്ങൾ എന്താണ് ഇങ്ങനെ പരസ്യമായി വിമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ മണിയായി പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയും വിഷയങ്ങളുണ്ട്. ആ വിഷയം അത് നമ്മളെപ്പോഴത്തെ ആളുകൾക്ക് ഒരു പണിയുണ്ട്. എന്ത് റഡാർ വെച്ച് നോക്കിയിരിക്കുക. സമുദായത്തിന് വരുന്ന ഒച്ചിൻ്റെ വേഗതയിലാണെങ്കിലും കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ അത് സമുദായത്തിന് മേലെ കയറും. അതിന് മുമ്പ് അത് പറഞ്ഞു കൊടുക്കണം. അതിന് ബാധ്യതയാണ്. അത് ഞാൻ ചെയ്യും. പിന്നെ എന്താ രഹസ്യമായി പറഞ്ഞോട് കേൾക്കൂല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കില്ല. ഇനി അത്ര കാലം ഇനിയിപ്പോൾ ഇവിടെ ശൂന്യം നടത്തണമെങ്കിൽ പൈസ വേണമെന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അത്ര കാലം ആയുസുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാതെ നീതിയും ധർമ്മവും വയറ് പറഞ്ഞിട്ട് എനിക്കറിയില്ല. നമ്മളൊന്നും വിചാരിക്കരുത്. കാര്യമൊക്കെ നിങ്ങൾക്ക് ദേഷ്യം വരും. ദേഷ്യം പറയും. ഇത് വേറെ ആൾ പറഞ്ഞാൽ എനിക്കും ദേഷ്യം വരും. പക്ഷെ ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ ആര് പറഞ്ഞോണ്ട് എൻ്റെ തൊള്ളക്കൂല. ഞാൻ ഇന്നങ്ങൾ തുണ്ടാക്കിയാലും നേരായി പറയും. ഞങ്ങൾക്ക് എന്നെ കുറ്റം പറയാം. കാസിമിയാണ്, റഹ്മത്തില്ല കാസിമി. ഞാൻ എത്രയോ റഹ്മത്തില്ല കാസിമി. ഇയാളെ പറയേണ്ടത് റഹ്മത്തില്ല കാസിമി. ഇയാൾക്ക് പിരാണ്ടാണ്. ഇയാൾ സമുദായത്തിൻ്റെ ഒരു ഒയ്യാ ബാധയാണ്, ഒരു ബാധ്യതയായി മാറി. ഇത്ര പ്രസംഗങ്ങൾ സമുദായത്തിൻ്റെ ഒരു ബാധ്യതയായി മാറിക്കഴിഞ്ഞു. സമുദായം മൂലം നല്ല കൂട്ടത്തിൽ പോവുക. ഞാനിങ്ങനെ ഒരു കൊയ്യാ ബാധയായി പോവുക. ആയിക്കോട്ടെ, നിങ്ങൾ വിശ്വസിച്ചോളി. ഇതിനടിയിലൊരു കോടതിയില്ലേ, നമുക്ക് അവിടെ നോക്കാം. പിന്നെ ഒരു കാര്യം, ഒരു വാക്ക് പറഞ്ഞാൽ ആർക്കും ഞാൻ മാപ്പ് കൊടുക്കും. ഒരു വാക്ക് പറഞ്ഞാൽ മതി. മാപ്പ് തരണം ഉസ്താദേ. ഞാൻ പറഞ്ഞവർക്കൊക്കെ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ഇനിയും കാല് പിടിച്ച് ചോദിക്കാൻ തയ്യാറുമാണ്. എനിക്കങ്ങനെ അള്ളാഹുവിൻ്റെതല്ലാത്ത ഒരഭിമാനം എനിക്കില്ല. എൻ്റെ റബ്ബിന് വേണ്ടിയുള്ള അഭിമാനം എനിക്കുള്ളൂ. ഞാൻ എത്രയും താന്ന അടി പോകാൻ തയ്യാറാണ്. അടി തന്നെയാണല്ലോ, റബ്ബിതല്ലേ, റബ്ബിത് അടി തന്നെയല്ലേ. ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സത്യമാണെന്ന് കണ്ടെത്തി സ്ഥാപനത്തിന്റെ കമ്മിറ്റിക്ക് കത്ത് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾ അതിനിടയിൽ കിടന്ന കുറച്ച് മാസങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. പാവപ്പെട്ട എൻ്റെ കുട്ടികളെ വരെ വേദനിപ്പിച്ചു. എൻ്റെ കുട്ടികൾ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ സംഭവങ്ങളുണ്ട്. എൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ കുട്ടികൾ അവരെ കളിയാക്കി. എനിക്ക് 9 മക്കളുണ്ട്. അതിലൊരു കുട്ടി മാത്രമാണ് പഠിപ്പ് നിർത്തിയത്. ബാക്കി മൊത്തം ഡോക്ടറായ മോളടക്കം ഇപ്പോൾ പഠിക്കുക. അപ്പൊ അവർക്കൊക്കെ ചങ്ങാഴ്ചകൾ ഉണ്ടാവുമല്ലോ. ആ കുട്ടിയൊക്കെ ചങ്ങായിമാരിനോട്ട് കുട്ടികൾ വിഷമിച്ചിനോട് പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾ കളിയാക്കുക. പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ വഹാബിസത്തിലെ ഏറ്റവും വലിയ കുപ്രസിദ്ധ ഇരുട്ടിന്റെ ഗ്രന്ഥമായ കിതാബ് തൗഹീദ് കവിതയാക്കിയാൽ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് വരി സ്കൂളിൽ മദ്രസയിൽ എൻ്റെ കുട്ടികളെ കളിയാക്കിയ വേദന കുട്ടികൾ ഒന്നിനോട് പറഞ്ഞു. ഇപ്പോൾ അത് സത്യമാണെന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചു. എൻ്റെ കുട്ടികളെ കണ്ണുനീരിന് നിങ്ങൾ എന്താണ് പരിഹാരം ചെയ്യുക? എൻ്റെ പാവപ്പെട്ട മക്കൾ, എനിക്ക് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പുണ്യനാണ് എൻ്റെ കുട്ടികളാണ്. ഞാൻ കണ്ണ് കരഞ്ഞിട്ടുണ്ട് കുട്ടികളെന്ന് പറയുമ്പോൾ. എനിക്കിത് അതിനെ പറഞ്ഞ് പറയാൻ കഴിയില്ലല്ലോ. കാരണം ഞാനും സോഷ്യൽ മീഡിയ തുറന്നാൽ എനിക്കതല്ലേ കണ്ണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇപ്പോൾ സത്യമാണെന്ന് കണ്ടെത്തിയ ഈ കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എൻ്റെ മക്കളെ വേദനിപ്പിച്ചു. എനിക്കുണ്ടല്ലോ മക്കൾ. എൻ്റെ പാവപ്പെട്ട മക്കളെ മദ്രസയിലും സ്കൂളിലിട്ട് കുട്ടികൾ കളിയാക്കി. ആ പാവപ്പെട്ട മക്കൾ കരഞ്ഞുകൊണ്ട് എൻ്റെ 8 മക്കൾ പഠിക്കുകയാണ്. ഒരു കുട്ടി മാത്രമേ പഠിപ്പ് നിർത്തിയിട്ടുള്ളൂ. 8 മക്കൾ പഠിക്കണം. 8 മക്കൾ പഠിക്കുന്നുണ്ട്. അവസാനത്തെ കുട്ടി 7ാം ക്ലാസ്സിലാണ്. അത്രയും കുട്ടികൾ എനിക്ക് പഠിക്കുന്നുണ്ട്. ഇനി പേരക്കുട്ടികളാരും കളിയാക്കുന്നുണ്ടോ? പേരക്കുട്ടി പഠിക്കുന്നുണ്ട്. അവരാരെ കളിയാക്കാൻ എനിക്കറിയില്ല. എൻ്റെ മരുമക്കളെ കളിയാക്കാൻ എന്നോട് പറയില്ല. ഒരു സൈക്കും കാരണം ഒരു ബുദ്ധി വിവേകമുള്ള വലിയ മനുഷ്യന്മാർ. അതേ സമയത്ത് എൻ്റെ 8 മക്കളെ സ്കൂളിലും മദ്രസയിലും ഇട്ട് കളിയാക്കി, കോളേജിലും സ്കൂളിലും കളിയാക്കി. MBBS കഴിഞ്ഞ് MD പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയുണ്ട്. ഈ കുട്ടിയടക്കം എന്നോട് പറഞ്ഞിട്ടുണ്ട് ചങ്ങാഴ്ചകൾ കളിയാക്കുന്നുണ്ട്. 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയടക്കം കളിയാക്കപ്പെട്ടു.
നിങ്ങൾ ഇതിനെ പറ്റി ഭ്രാന്തൻ, എല്ലാവരും വഹാബിയാക്കണം എന്നൊക്കെ പറയുമ്പോൾ സമസ്തയുടെ ഏറ്റവും വലിയ തറവാട്ട് സ്ഥാപനത്തിൽ വഹാബികളുണ്ട് എന്ന് വരെ ഇയാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ പറ്റി കുതിര കയറിയപ്പോൾ എന്റെ കാര്യം വിടി. പാവപ്പെട്ട എട്ടും പൊട്ടും തിരിയാത്ത മക്കളെ സ്കൂളിലും കോളേജിലും ഇട്ട് കളിയാക്കി, മദ്രസയിൽ കളിയാക്കി. ആ കുട്ടികൾ കരഞ്ഞെന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ കണ്ണുനീരിന് നിങ്ങൾ സിറാത്ത് പാലത്തിൽ അതിന് വില കൊടുക്കേണ്ടതിന് വരും, അല്ലെങ്കിൽ മരിക്കണ മുമ്പ് റഹ്മത്തുള്ള മരിക്കണ മുമ്പ് പറഞ്ഞത്. ഇതിനെന്താ മറുപടി? ഞാൻ ഇന്ന് വരെ പറഞ്ഞു